ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിണ്ടി കൊണ്ട് തോരനാണ്. പിണ്ടി നുറുക്കിയതും അരിഞ്ഞതും വെച്ചതും എല്ലാം ഞാൻ വീഡിയോ എടുത്തതാണ്, പക്ഷേ അത് അപ്ലോഡായി വന്നില്ല. ഞാനത് കടുകും എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഉണക്കമുളകും കരിവേപ്പിലയും മുറിച്ചിട്ടിട്ട് പിണ്ടി ഇട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് ഇളക്കി കൂട്ടി അടച്ചു വെച്ച് വേവിച്ചു. അടച്ചു വയ്ക്കുമ്പോൾ അതിന് തന്നെത്താനെ വെള്ളം ഊറി വരും. അങ്ങനെ അത് നന്നായിട്ട് വെന്ത് കിട്ടും. അത് വെന്ത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് തേങ്ങയും ചെറിയുള്ളി പച്ചമുളകും കരിവേപ്പിലയും കൂടി ചതച്ച് വെക്കണം. അതും കൂടി അതിനകത്തേക്ക് അത് നല്ലോണം വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തോർത്തിയെടുത്താൽ പിണ്ടിത്തോരൻ റെഡിയായി. വളരെ സ്വാദിഷ്ടമാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഏറ്റവും സുലഭമായി കിട്ടുന്ന സാധനമാണ്. അതിലേറ്റവും നല്ലത് പാളയംകോടൻ്റെ പിണ്ടിയാണ്. ഇപ്പം നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും. അത് നേന്ത്രവാഴയുടെ പിണ്ടിയൊക്കെ ആയിരിക്കും, ഏത്തവാഴയുടെ പിണ്ടിയൊക്കെ ആയിരിക്കും. ഒരു പിടിയിൽ ഇച്ചിരി കൂടുതൽ അത്രയും തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം പിണ്ടി അത്രയും കുറവാണ്, അതുകൊണ്ട് അത്രയും മതി. അപ്പോൾ പിണ്ടിത്തോരൻ നമുക്ക് റെഡിയാക്കി എടുക്കാം. അത് ആദ്യം അതൊന്ന് വേവട്ടെ. അത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ പാകത്തിന് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. വെള്ളം അതിൽ നിന്ന് തന്നെ ഊറി വരും. പിണ്ടിക്കകത്ത് നിറയെ വെള്ളമാണല്ലോ അല്ലെങ്കിൽ തന്നെ. അപ്പോൾ അതിൽ നിന്ന് നിറയെ ഊറി വരും. പിണ്ടി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ അരപ്പ് ചേർത്ത് കൊടുത്തു. അരപ്പ് ചേർത്തിട്ടും അത് ഇച്ചിരി നേരവും കൂടി ഒന്ന് ആ അരപ്പിൻ്റെ പച്ചച്ചോവ മാറാൻ വേണ്ടിയിട്ട് അതൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കണേ. അത് കഴിഞ്ഞ് അതൊന്ന് നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കണം. ഇപ്പോൾ ദേ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പ് അത് നോക്കണം കേട്ടോ. ഉപ്പ് കുറവുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. പിണ്ടിത്തോരൻ റെഡി ആയിട്ടുണ്ട്. സ്വാദുള്ള പിണ്ടിത്തോരൻ.